ശശി തരൂരിനെ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ ഒരു മുഖ്യമന്ത്രിയായിട്ട് കോൺഗ്രസ് UDF പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു രക്ഷപ്പെടാൻ സാധിക്കില്ലേ? കാരണം ഇപ്പോൾ എനിക്ക് കോൺഗ്രസ് വേണ്ട, UDF വേണ്ട, ഞാൻ BJPയിലേക്ക് പൊക്കോളാം എന്ന് പറയുന്ന ധാരണകളൊക്കെ രൂപപ്പെടുത്തുകയാണ് ശശി തരൂർ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ശശി തരൂരിൻ്റെ രാഷ്ട്രീയം പലരും പുറത്തുനിന്ന് വായിക്കുന്ന സമയത്ത് അത് BJPക്ക് അനുകൂലമായിട്ടുള്ളതും BJPയിലേക്ക് പ്രവേശനം നേടാൻ നടത്തുന്നതുമാണ് എന്ന തോന്നൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ചർച്ചകളും ഒട്ടുമിക്ക മേഖലകളിലൊക്കെ നടക്കുന്നുണ്ട്. യുദ്ധാനന്തരം നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ നിലപാട് പ്രഖ്യാപിക്കുന്നതിനും അത് വ്യക്തമാക്കുന്നതിനും വേണ്ടി ലോകരാജ്യങ്ങളുടെ മുന്നിലേക്ക് നമ്മളുടെ ദൗത്യ സംഘത്തെ പറഞ്ഞയക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഘത്തിൻ്റെ നേതാവായിട്ട് ശശി തരൂരിനെ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിക്കുകയും ചെയ്തു. പക്ഷേ കോൺഗ്രസ് അദ്ദേഹത്തിൻ്റെ പേര് പോലും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കോൺഗ്രസ് അവഗണിച്ച തരൂരിനെ കേന്ദ്ര ഗവൺമെൻറ്റും BJPയും സ്വീകരിച്ചു എന്നുള്ളതാണ് ഈ പുതിയ വ്യാഖ്യാനങ്ങൾക്ക് അടിത്തറയായിട്ട് മാറിത്തീർന്നത്. കോൺഗ്രസ്സിൽ ഒരിക്കൽ പോലും ശശി തരൂരിനെ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ കാണിക്കാനായിട്ട്, പ്രകടമാക്കാനായിട്ട്, പെർഫോം ചെയ്യാനായിട്ടുള്ള അവസരം ലഭിക്കില്ല എന്നുള്ള കാര്യം അദ്ദേഹവും മനസ്സിലാക്കിയിട്ടുണ്ട്, പൊതുസമൂഹവും മനസ്സിലാക്കിയിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ രീതി അതാണ്. അതുകൊണ്ട് ശശി തരൂർ കോൺഗ്രസ് വിട്ടുപോകും എന്ന് പറയുന്ന അഭിപ്രായത്തിന് ശക്തി പ്രാപിച്ചു വരികയാണ് ചെയ്തത്. പക്ഷേ ഇന്നലെയാണ് ആ ദൗത്യസംഘം തിരിച്ചെത്തിയത്, അല്ലേ? അങ്ങനെ തിരിച്ചെത്തിയ സമയത്ത് ശശി തരൂർ പറഞ്ഞ വലിയ വരവേൽപ്പാണ് ലഭിച്ചത്. വലിയ വരവേൽപ്പ് ലഭിച്ചു. പക്ഷേ ശശി തരൂർ പറഞ്ഞു, എന്നെ രാജ്യം ഏൽപ്പിച്ച ദൗത്യം ഞാൻ പൂർത്തീകരിച്ചു. രാജ്യത്തിന് വേണ്ടി എനിക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് കഴിഞ്ഞു. ഐ ആം സാറ്റിസ്ഫൈഡ്, ഞാൻ വളരെ സംതൃപ്തനാണ് എന്നുള്ള നിലപാടാണ് അദ്ദേഹം പുലർത്തിയത്. പക്ഷേ അദ്ദേഹത്തിന് വലിയ സ്വീകരണം ലഭിച്ചു. ആ സ്വീകരണം ലഭിച്ച സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ശശി തരൂരിനെ പുകഴ്ത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഇതെല്ലാം എങ്ങനെ വായിക്കണം? ഓരോരുത്തരും ചോദിക്കുന്ന ചോദ്യം അതാണ്. ഇതെങ്ങനെയാണ് രാഷ്ട്രീയമായിട്ട് വായിക്കേണ്ടത്? രാഷ്ട്രീയമായി വായിക്കേണ്ടത് കോൺഗ്രസ് ശശി തരൂരിനെ പതുക്കെ തള്ളി അസ്പൃശ്യത കൽപ്പിച്ച് പുറത്താക്കുന്ന തരത്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തെ ഇരുകൈ നീട്ടി അല്ലെങ്കിൽ ചുവന്ന പരവതാനി വിരിച്ച് അതിലൂടെ സ്വീകരിച്ചാനയിക്കാനായിട്ട് BJP കാത്തു നിൽക്കുന്നു. ഇത് ശശി തരൂർ എങ്ങനെ കാണും? അതാണ് നമ്മളുടെ ഒരു പ്രശ്നം. അപ്പോൾ ഇതിന് ബദലായിട്ട് മറ്റു പല ആളുകളും ചിന്തിക്കുന്ന കാഴ്ച എന്ന് വെച്ചാൽ 2026 കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ട് പ്രതീക്ഷിക്കുന്നത് UDFൻ്റെ ഭരണമാണ്. UDFൻ്റെ ഭരണം വരണം എന്നുണ്ടെങ്കിൽ, അതായത് ഒരു വശത്ത് വളരെ കൃത്യമായിട്ട് മൂന്നാം പിണറായി സർക്കാർ എന്നത് മോദി തന്നെയാണ് അത്തരത്തിലുള്ള ഒരു എന്താണ് സാധനം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത്. ശരിക്കും പറഞ്ഞാൽ അതൊരു നരേറ്റീവാണ് ശരിക്കും. മോദി 1, മോദി 2, മോദി 3 എന്നൊക്കെ പറഞ്ഞു. മോദി തന്നെ ചെങ്കോട്ടയിൽ കയറിയെന്ന് പ്രഖ്യാപിച്ചു, ഞാൻ മൂന്നാമതും വരുമ്പോൾ ഇന്ത്യയെ മൂന്നാം ലോക രാജ്യശക്തിയാക്കി മാറ്റുമെന്നൊക്കെ അദ്ദേഹം വലിയ പ്രകടനം നടത്തിയാണ്. അതിനനുസരിച്ച് അദ്ദേഹം വരികയും ചെയ്തു. പക്ഷേ രണ്ടാം വരവിനേക്കാളൊക്കെ വളരെ ദുർബലമായിട്ടുള്ള വരവായിരുന്നു മൂന്നാം വരവ്. കേരളത്തിലെ സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ പിന്തുടർന്ന് ഇപ്പോൾ പിണറായി 1, പിണറായി 2, പിണറായി 3 ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരും എന്ന് കരുതപ്പെടുന്ന ഒരു കാഴ്ചപ്പാട് ഒരു വശത്തുണ്ട്. അതേസമയം പിണറായി സർക്കാരിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് ശക്തി പ്രാപിക്കുകയും പിണറായിയെ ഭരണത്തിൽ നിറക്കാൻ അതിന് കഴിയും എന്ന് കരുതുകയും ചെയ്യുന്ന കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതായ രാഷ്ട്രീയ ലോകം കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിന് അധികാരത്തിലേക്ക് വരാനായിട്ടുള്ളൊരു പോസിബിലിറ്റിയാണ്. ആ പോസിബിലിറ്റിയെ ശക്തിപ്പെടുത്താൻ, അതിനെ വളരെ സുവർണ്ണ ശോഭയിലേക്ക് കലർത്താൻ യഥാർത്ഥത്തിൽ ശശി തരൂർ എന്ന് പറയുന്ന ഈ ലോക പൗരൻ കഴിയും. പ്രത്യേകിച്ച് ഈ ഒരു അന്തരീക്ഷമൊക്കെ. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ തരൂരിനെ വിളിക്കൂ, കേരളത്തെ രക്ഷിക്കൂ എന്നാണ്. അപ്പോൾ കേരളത്തിൽ ശശി തരൂരിനെ കൊണ്ടുവന്ന് അദ്ദേഹത്തെ വിജയിപ്പിച്ച് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കുക എന്ന് പറയുന്ന കാഴ്ചപ്പാടാണ് അവരെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നടക്കുമെന്ന് നമുക്കറിയാനായിട്ട് കഴിയില്ല. കോൺഗ്രസിൻ്റെ ഒരു സാധ്യത ഇതിനനുസരിച്ച് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ശശി തരൂരിൻ്റെ ഒരു സ്വീകാര്യതയുണ്ട്, സർവ്വസ്വീകാര്യത പോലത്തെ ഒരു സ്വീകാര്യത അദ്ദേഹത്തിനുണ്ട്. ആ സ്വീകാര്യതയെ യൂട്ടിലൈസ് ചെയ്യാനും വോട്ടാക്കാനും കോൺഗ്രസ് തയ്യാറായാൽ ഇതിൻ്റെ ഒരു പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ ഇവിടെ പലർക്കും മുഖ്യമന്ത്രിയായിട്ട് ഒന്ന് രമേശ് ചെന്നിത്തല, 2 വേണുഗോപാൽ, മൂന്നാമതാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ VD സതീശൻ. ഇനി അതിൻ്റെ അകത്തേക്ക് ഒരാളും കൂടി ചേർത്ത് വെക്കലാണ് ഈ ശശി തരൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരിൽ ആർക്ക് മുഖ്യമന്ത്രി വേണം എന്ന് പറയുന്ന തർക്കമാണ് മുന്നിട്ട് നിൽക്കുന്നതെങ്കിൽ നമ്മളീ പറയുന്ന തരൂർ കാഴ്ചപ്പാട് നടക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല. മറ്റത് എന്ത് സംഭവിക്കുന്ന നമുക്ക് പറയാൻ പറ്റില്ല. ഈ നിലമ്പൂർ ഇലക്ഷൻ കഴിഞ്ഞാൽ മാത്രമാണ് അത് നമുക്ക് വിശദമാക്കാനായിട്ട് പറ്റുള്ളൂ. നിലമ്പൂരിലാണെന്ന് വെച്ചാൽ ഓരോ ദിവസവും വളരെ സങ്കീർണമായ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത്.
ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന സമയത്ത് വളരെ ശക്തമായിട്ട് CPM പറഞ്ഞിരുന്നു, ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടും SDP-യുടെ വോട്ടും ഞങ്ങൾക്ക് വേണ്ട. അത് പറയുന്നതിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ അജണ്ട ഉണ്ടായിരുന്നു. ആ അജണ്ട പതുക്കെ മൊമെൻറ്റം കിട്ടി മുന്നോട്ട് വരുന്ന സമയത്താണ് ഈ കഴിഞ്ഞ ദിവസം എന്ത് സംഭവിച്ചു, PDP-യുടെ സഹകരണം തേടാനായിട്ട് അല്ലെങ്കിൽ PDP സപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് അത് സ്വീകരിക്കാനായിട്ട് CPM തയ്യാറായി. അത് CPM-ന് നേരത്തെ കൊണ്ടുവന്ന ഈ ലോഞ്ചർ ഉണ്ടല്ലോ, അതിനെ തകർക്കുന്ന തരത്തിലാണ്. കാരണം എന്ന് വെച്ചാൽ SDP-യുടെയും അതേപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെയും വോട്ട് വേണ്ട എന്ന് പറയുമ്പോൾ PDP-യുടെ വോട്ട് കിട്ടിയാൽ കൊള്ളാം എന്ന് പറയുമ്പോൾ ഗോവിന്ദമാഷ് പറയുന്നത് കേട്ടായിരുന്നില്ലേ, ഇത് രണ്ടും ഒന്നാണോ, PDP-യും ജമാഅത്തിയും ഒന്നാണോ? അത് നിങ്ങൾ അങ്ങനെ വ്യാഖ്യാനിക്കരുത് എന്നാണല്ലോ പറയുന്നത്. അല്ല, PDP-യും ജമാഅത്തെയും അതേപോലെ SDP-യും ഒക്കെ ഒന്നാണ് എന്ന് ചോദിച്ചാൽ അവ ഒന്നല്ല, പലതാണ്. അതുകൊണ്ടാണല്ലോ അത് പല വേഷത്തിൽ വരുന്നത്. പക്ഷേ ഇവയുടെ ബേസിക് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, സോഫ്റ്റ്വെയർ എന്നാണെന്നാണോ? അത് ഒരു ഇസ്ലാമിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ അടിത്തറയാണ്. ആ ഇസ്ലാമിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ അടിത്തറയുടെ ഭാഗമായിട്ടാണ് കേരളം മദനിയെ കാണുന്നത്. കാരണം മദനി കൊല്ലം മുതലേ പക്ഷെ മദനി തിരുത്തിയിട്ടുണ്ട് ചെയ്ത തെറ്റുകളൊക്കെ. ഞാൻ അന്ന് എൻ്റെ ആവേശപരമായിട്ട് പല തെറ്റുകളും ചെയ്തു, പക്ഷെ പിന്നീട് അത് തിരുത്തി. ഈ തിരുത്തലൊക്കെ അവർ നടത്തുന്നുണ്ട്, അവർ മാറുന്നുണ്ടാവും. കുറേ കാലങ്ങൾക്ക് മുമ്പ് കാല് നഷ്ടപ്പെടുന്നതിന് മുമ്പുള്ള മദനിയല്ല, കാല് നഷ്ടപ്പെട്ടതിന് ശേഷമാണ്. കാല് നഷ്ടപ്പെട്ട് ജയിലിൽ പോയി ഒരുപാട് വർഷം പീഡിപ്പിക്കപ്പെട്ടതിന് ശേഷം, അതായത് JLP-യുടെ അല്ലെങ്കിൽ ഭരണകൂട ഭീകരത അതൊക്കെ അനുഭവിച്ചതിന് ശേഷം ഉള്ള മദനി എന്ന് പറഞ്ഞാൽ വേറൊരു മദനിയാണ്. ഈ മദനിയൊക്കെ ആളുകൾ ഇനി മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം, മദനി വീണ്ടും സമൂഹത്തിന് മുന്നിൽ പോയി അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ എന്ന് പറയുന്നത് ഇന്നത്തെ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി നടത്തേണ്ട ഒരു ആവശ്യമാണ്. എങ്കിലാണ് ഈ മദനിയെ എന്ത് ചെയ്യുള്ളൂ, സമൂഹം മനസ്സിലാക്കുകയുള്ളൂ. പൊതുവേ നമ്മുടെ രാഷ്ട്രീയക്കാരും പ്രവർത്തകരും അനലിസ്റ്റുകളൊക്കെ മദനി എന്ന് പറഞ്ഞാൽ പഴയ മദനിയാണ് കാണുന്നത്. എന്നുവെച്ചാൽ വളരെ തീവ്രമായിട്ടുള്ള മുസ്ലിം വർഗീയത രൂക്ഷമായിട്ടുള്ള രീതിയിൽ തൻ്റെ പ്രസംഗങ്ങളിലൂടെ തീ തുപ്പുന്ന വാക്കുകളിലൂടെ അവതരിപ്പിച്ച് എന്താണ് മുസ്ലിം ചെറുപ്പക്കാരെ തീപിടിപ്പിച്ച മനുഷ്യനായിരുന്നു മദനി എന്ന്. ആ മദനിയാണ് എല്ലാവരുടെയും മനസ്സിനകത്ത് വെക്കുന്നത്. ആ മദനിക്കൊരു വർഗീയതയുണ്ട്, ആ മദനിക്ക് ഒരു ഇസ്ലാമിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ ചൊവ്വയുണ്ട്. അത് SDP-ക്കുമുണ്ട്, അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമിക്കൊക്കെ ഉണ്ട്, പല രൂപങ്ങളിലാണ്. ഇത് ഒരേപോലെയാണെന്ന് വെച്ചാൽ ഒരിക്കലും ഒരേപോലെ അല്ല. ജമാഅത്തിയുടെ ക്യാരക്ടർ വേറെയാണ്, SDP-യുടെ ക്യാരക്ടർ വേറെയാണ്, PDP-യുടെ ക്യാരക്ടർ വേറെയാണ്. പക്ഷേ UDF-നൊപ്പം ഇങ്ങനെ ജമാഅത്തിനെ അടിച്ച് നിർത്തി കഴിഞ്ഞ സമയത്ത് അത് ബാലൻസ് ചെയ്യാൻ, അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പുറത്ത് PDP അടിച്ചു നിർത്തുന്നത്. നിങ്ങളിഞ്ഞ ആരെ കുറ്റം പറയും അല്ലേ? കാരണം ജമാഅത്തിനെ കൂട്ടുപിടിച്ച സതീശനെയും അതേപോലെ കോൺഗ്രസിനെയും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ PDP-യും മദനിയെയും കൂട്ടുപിടിച്ചായിട്ടുള്ള CPM-നെയും കുറ്റം പറഞ്ഞുകൊണ്ട് അത് രണ്ടും തമ്മിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ബാലൻസ് ചെയ്യുന്നത്. പറയുന്നുണ്ട് PDP-യുടെ പിന്തുണ നിങ്ങൾക്ക് ലഭിച്ചതിൽ ഞാനൊരു കുറ്റവും പറയുന്നില്ല, ജമാഅത്തിയുടെ കിട്ടിയതിൽ ഞങ്ങളെയും കുറ്റം പറയരുത്. അതെ, അതപ്പോൾ അങ്ങനെയാണല്ലോ, അങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്താണ്, ഇവരാണല്ലോ അങ്ങോട്ട് കുറ്റം ആരോപിച്ചത്, അതേ കുറ്റം ഇവർക്ക് തിരിച്ച് ആരോപിക്കുന്നതിൽ കഥയില്ല. അപ്പോൾ അതുകൊണ്ട് സതീശൻ പറഞ്ഞതെന്ന് വെച്ചാൽ ജമാഅത്തിനെ ഞങ്ങൾ സ്വീകരിക്കുന്നു, ഞങ്ങൾ അവരുടെ സപ്പോർട്ട് സ്വീകരിക്കും. നിങ്ങൾ PDP-യുടെ സപ്പോർട്ട് സ്വീകരിച്ച് നടന്നു, ചർച്ച വേണ്ട, തർക്കം വേണ്ട, ഞങ്ങൾക്ക് എതിരായിട്ട് ഇത് ഉപയോഗിക്കാൻ വേണ്ട എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇപ്പോൾ രണ്ടുപേരും കൂടി എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു ന്യൂട്രലൈസേഷൻ പ്രോസസ്സ് ഈ കാര്യത്തിൽ നടത്തുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എന്താണ് ഗോവിന്ദമാഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഒരു വർഗീയ മുന്നണിയായിട്ടാണ് UDF മാറിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ LDF-ഉം വർഗീയ മുന്നണി തന്നെ. അതെ, അത് പറയാനായിട്ട് സതീശന് അവസരം ഉണ്ടാക്കി കൊടുത്ത ഒരു പ്രക്രിയയാണെന്ന് PDP-യുടെ കൂടുകയറ്റം. PDP-അതിനകത്ത് ഇവരൊക്കെ വിചാരിച്ച ഈ രണ്ട് മുന്നണികളും ജയിക്കുമോ? ജമാഅത്ത് വിചാരിച്ചാൽ ജയിക്കുമോ? PDP വിചാരിച്ചാൽ ജയിക്കുമോ? SDP വിചാരിച്ചാൽ ജയിക്കുമോ? ഇല്ല. ജയരാജന്റെ ബുക്ക് കത്തിച്ചിട്ടുണ്ട് PDP. മദനിയെ കുറിച്ച് മോശമായിട്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും ഒടുവിൽ ഇറങ്ങിയ ഇസ്ലാം. അദ്ദേഹം ഇവർക്ക് ഓരോരുത്തർക്കൊക്കെ തോന്നുന്ന സമയത്ത് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നു. ജയരാജൻ അദ്ദേഹത്തിന് ഫീൽ ചെയ്തൊരു കാര്യം പുസ്തകമായിട്ട് എഴുതി. മാത്രമല്ല ഈ എന്താണ് ഇസ്ലാമിസ്റ്റ് രാഷ്ട്രീയത്തെ പ്രീണിപ്പിക്കുന്ന തരത്തിൽ CPM മാറിപ്പോകുന്നുണ്ടെങ്കിൽ CPM-ന് കേരളത്തിൽ രക്ഷയില്ലെന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിശക്തമായിട്ട് ജയരാജൻ്റെ നേതൃത്വത്തിൽ തന്നെ ഈ സാധനം മുന്നോട്ട് കൊണ്ടുപോയത്. അത് കുറച്ച് ഗുണം അവർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു വീണ്ടും ഇന്ത്യയാണ് മദനിയെയും അതേപോലെ PDP-യും കെട്ടിപ്പിടിക്കാൻ പോകുന്നു. ആ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർ രക്ഷപ്പെടില്ല എന്ന് അവർ സ്വയം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലായിട്ട്. എന്തായാലും നമ്മുടെ യഥാർത്ഥ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, കോൺഗ്രസ് UDF രക്ഷപ്പെടണമെങ്കിൽ ശശി തരൂരിനെ കേരളത്തിൽ കൊണ്ടുവരണോ എന്നുള്ളതായിരുന്നു. അല്ല, പൊതുവേ UDF-ന് ഈ ഭരണവിരുദ്ധ വികാരത്തെ വോട്ടാക്കി മാറ്റാൻ കഴിഞ്ഞാൽ അവർക്ക് വിജയിക്കാം. അത് വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ വോട്ടാക്കി മാറ്റാൻ അവർക്ക് കഴിയണമെങ്കിൽ ശശി തരൂരിനെ പോലെയുള്ള ഒരാളെ മുന്നിൽ നിർത്തി മത്സരിക്കാൻ ശ്രമിച്ചാൽ വളരെ നന്നായിരിക്കും. കാരണം എന്ന് വെച്ചാൽ
തരൂർ ഇപ്പോൾ വളരെ അധികം വിവാദപരമായിട്ടുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. ഒന്ന്. രണ്ട്, വലിയ സെറ്റാണ്. അദ്ദേഹത്തിൻ്റെ ഈ വിദേശ പര്യടനങ്ങൾ ഒക്കെ രാജ്യത്തിന് വളരെ ശക്തി നൽകിയതാണ് എന്ന് BJP തന്നെയും കേന്ദ്ര ഗവൺമെൻറ്റിനെയും പറയുകയും സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ബൂസ്റ്ററാണ്. ഈ കഴിവ് അദ്ദേഹത്തിൻ്റെ ഈ കഴിവ് ഉപയോഗിക്കാൻ കോൺഗ്രസ് തയ്യാറായി കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുപ്പിൽ ഇതൊരു ചാലകശക്തിയായിട്ട് മാറും, ഒരു ഡൈനാമിക് മൂവ്മെൻ്റ് ആയിട്ട് മാറും. അത് തീർച്ചയായിട്ടും കോൺഗ്രസിന് ഗുണം ചെയ്യുന്ന കാര്യമായിരിക്കും എന്ന് നമുക്ക് വേണമെങ്കിൽ വിലയിരുത്താം. ഇപ്പോൾ ശശി തരൂരിന് ഇപ്പോൾ പരിപൂർണമായിട്ടുള്ളൊരു പിന്തുണ കോൺഗ്രസ് ദേശീയ നേതൃത്വമൊക്കെ നൽകുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ വിചാരിച്ചാൽ തന്നെ മറ്റു പല ആളുകളെയും ഇവർ പേടിക്കണമല്ലോ. അല്ല, ഇതൊക്കെ കോൺഗ്രസ്സിൽ നടക്കുകയോ ഇല്ല എന്നുള്ള കാര്യം നമുക്ക് ചർച്ചയ്ക്ക് വിധേയമാക്കി വെക്കാമെന്ന് മാത്രമേ ഉള്ളൂ. നടക്കുന്ന യാതൊരു ഉറപ്പില്ല. കാരണം കോൺഗ്രസിന്റെ സ്വഭാവം എന്ന് പറയുന്നത് അങ്ങനെ ദേശീയ നേതൃത്വത്തിനോടൊപ്പം അല്ലെങ്കിൽ ദേശീയത പ്രകടിപ്പിക്കുക എന്ന് പറയുന്നതിൽ എന്തോ ഭയമുണ്ടോ? അല്ല, ദേശീയ നേതൃത്വത്തിലാണ് യഥാർത്ഥത്തിൽ തരൂർ ആവശ്യമില്ലാത്തത്. കേരള നേതൃത്വത്തിന് നല്ലതാണ്, പക്ഷേ കേരള നേതൃത്വത്തിൽ നേതാക്കൾക്കത് വേണ്ട. അതാണ് പ്രശ്നം. ഈ സങ്കീർണതകളെ അതിജീവിക്കുന്ന തരത്തിലേക്ക് കോൺഗ്രസ് മുന്നണി മാറിയാൽ മാത്രമാണ് കോൺഗ്രസ് മുന്നണിക്ക് ഗുണകരമായിട്ടുള്ള രീതിയിൽ തെരഞ്ഞെടുപ്പുകളെ മാറ്റിയെടുക്കാനായിട്ട് കഴിയും. യഥാർത്ഥത്തിൽ പക്ഷേ ഇവിടെ എന്താണ് ദേശീയത പ്രകടിപ്പിക്കുന്നത്, അതാണ് ഞാൻ മാഷ അവസാനം ചോദിക്കുന്നത്. ദേശീയത പ്രകടിപ്പിക്കുന്നതിൽ കോൺഗ്രസ് മുന്നണി ഭയപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. കാരണം തരൂർ ഇവിടെ പ്രകടിപ്പിക്കുന്നത് ദേശീയതയാണ്. അദ്ദേഹം ദേശസ്നേഹിയാണെന്ന് കാണിക്കുന്നു. ദേശത്തിനൊപ്പം ഒരു കോസിന് വേണ്ടിയിട്ട് ഞാൻ നിലനിൽക്കുന്നു. അല്ല, ഇവിടെ നമുക്കത് കോൺഗ്രസിൻ്റെ ഭയം എന്നൊന്നും പറയാനായിട്ട് പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ദേശീയതയുടെ കുത്തക BJP ഏറ്റെടുത്തിരിക്കുന്നുവെന്ന് കരുതപ്പെടുന്ന സമയത്താണ് ശശി തരൂർ പറഞ്ഞത് രാഷ്ട്രീയമല്ല രാഷ്ട്രമാണ് വലുത് എന്ന് പറയുന്നത്. നാഷണലിസ്റ്റുകളാണ് ഞങ്ങൾ, ദേശീയവാദികളാണ് ഞങ്ങൾ, ഞങ്ങളെക്കാളുള്ള വലിയ ദേശീയവാദികൾ ലോകത്ത് ആരാണ് എന്ന ചോദ്യം അദ്ദേഹം ഉയർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കോൺഗ്രസിൽ തന്നെ ഉറപ്പിച്ച് നിർത്താനായിട്ട് കോൺഗ്രസ് ശ്രമിച്ചാൽ കോൺഗ്രസ്സിനെ ഈ ഭയം എന്ന് പറയുന്നതായ ആ ആവരണത്തെ വലിച്ചേറിക്കളയാനും ശക്തമായിട്ടുള്ള രീതിയിൽ പൊളിറ്റിക്കൽ റിയാലിറ്റിയിലേക്ക് എത്തിച്ചേരാനായിട്ട് കഴിയും. നമുക്ക് കാത്തിരുന്ന് കാണാവുന്നതായിരിക്കും. തീർച്ചയായിട്ടും. എന്തായാലും പിണറായിയുടെ ഒരു വലിയ ശക്തിയിൽ തകർന്നു പോകുമോ എന്നുള്ള ഭയത്തിൽ തന്നെയാണ്, പൂർണ്ണമായിട്ടും ഇല്ലാതായി പോകുമോ കോൺഗ്രസ് എന്നുള്ള ഭയം എല്ലാവർക്കും ഉണ്ട്. UDF ആ UDFനെ രക്ഷകനായിട്ട് തരൂര് വരുമോ എന്നും പലരും ചിന്തിക്കുന്നുണ്ട്. കാരണം മറ്റ് പല ആളുകളെ ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ തരൂരിൻ്റെ 7 അയലത്ത് പലരും നിൽക്കില്ല എന്ന് അദ്ദേഹത്തിൻ്റെ മറ്റ് പല സവിശേഷതകൾ കൊണ്ടും പറയപ്പെടുന്നുണ്ട്.